അമ്മ ഭരണസമിതി രാജിവെച്ചത് അർത്ഥവത്തായ തീരുമാനമെന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. അമ്മയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നു. മോഹൻലാലിന്റെ തീരുമാനം നല്ല മനസ്സോടെ. നവരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകും. സർക്കാരിന്റെ നിർദ്ദേശത്തിനായി കാത്തുനിൽക്കുകയാണ്. സ്വയം മാറി നിൽക്കണമോ എന്ന് മുകേഷാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കും. പ്രത്യേകിച്ച് മുകേഷ് അവിടെ വേണോ അത് വേറെ ഒരു വ്യക്തി വേണോ എന്നുള്ളത് 10 അംഗങ്ങളുള്ള ഒരു സമിതിയാണ്. അത് ചിലരൊക്കെ നേരത്തെ തന്നെ റിസൈൻ ചെയ്യുകയും അത് ഉദാഹരണമായിട്ട് രാജീവ് പറഞ്ഞു പുള്ളിക്കാരന് തിരക്കാണ്. അതുപോലെ മഞ്ജു വാര്യർ രണ്ടുപേരും ഒഴിവായി. അത് ഇപ്പോൾ ഏതാണ്ട് ഒരു 7-8 മാസമായി. മഞ്ജുവാര്യരും രാജീവ് രവി അല്ലേ? രാജീവ് അപ്പോൾ ആദ്യമായി പറഞ്ഞില്ല. ഈ വാസ്തവത്തിൽ ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ കാരണം അവർക്കുണ്ടല്ലോ പറയാറുണ്ട്. അതുപോലെ തന്നെ WWCയിൽ ഞങ്ങളുടെ അംഗത്തിൽ പത്മപ്രിയ അത് ആ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു പോളിസിയാണ്. ഒരർത്ഥത്തിൽ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു 20 വർഷമെങ്കിലും പോളിസിയിലെ ക്ലാരിറ്റീസ് 20 വർഷം മുന്നേ കണ്ടുകൊണ്ട് വേണം നമ്മൾ അതിനകത്തുള്ള വ്യക്തത നമുക്ക്. അപ്പോൾ ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ 20 വർഷം അതൊരു ഗൈഡൻസാണ്, അതൊരു ബൈബിളാണ്, ഫിലിമിൻ്റെ ബൈബിളാണ്. അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ്. ബൈബിളിനകത്തുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ, ഒരിപ്പിച്ച് ബഹുമാനിക്കുന്ന പോലെ ഇത് ബഹുമാനിക്കും.